ഫേക്ക് ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേരും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏകദേശം ഇൻട്രസ്റ്റ് കൂടി ഏകദേശം ഒരു വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വർഷമായിട്ടുണ്ട്. അപ്പൊ ഞാന്, ഗീതു, ശ്രേയപ്പില്ല, ശ്രേയ ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയില് FM-ല് നമ്മള് ഷോ എടുത്തോണ്ടിരിക്കുകയാണ്, RMLSR എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മീൻസ് ആ ടൈമിലാണ് ഈ നമ്മുടെ കൊള്ള സംഘം ഉണ്ടല്ലോ, കുറുവാ സംഘം ഇറങ്ങി പറൂരെത്തി, ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ എത്തി എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോ ഗീതോനും ശ്രേയക്കും നല്ല പേടി. കാരണം ആ സമയത്ത് ഗവൺമെന്റ് വരെ ഒരു നമ്പർ, പോലീസിന്റെ നമ്പറും അതുപോലെ തന്നെ ഡോറിന്റെ സൈഡിൽ പാത്രം വെക്കണം, പാത്രം തട്ടി വീഴുമ്പോ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള സംഭവം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും, മെഹ്റു എന്ത് ചെയ്യും, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇതിനെ. കാരണം നമ്മളിപ്പോ പാത്രം തട്ടി വീണ് പോലീസിനെ വിളിക്കുമ്പോ തന്നെ പോലീസ് എത്താൻ ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും അല്ലെ? അപ്പൊ ഈ 10 മിനിറ്റില് ഇവര് നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആയുധങ്ങളും കയ്യിലുണ്ട്, അവര് നമ്മൾ ആക്രമിച്ചിട്ട് പോകില്ലേ? അപ്പൊ പറയാൻ പറ്റില്ല. ചിരി തുടങ്ങിയാ ഞാൻ പിന്നെ ചിരി നിർത്തൂല. അപ്പൊ ഞങ്ങള് കണ്ടൊരു സൊല്യൂഷൻ എന്താണെന്നറിയോ? പടക്കക്കടയിൽ പോയിട്ട് ഗുണ്ട് വാങ്ങുക, എന്നിട്ട് എന്താ കളം വരുമ്പോ ഒച്ച കേൾക്കുമ്പോ തന്നെ എന്ത് ചെയ്യാ, ഈ സാധനം കത്തിച്ചിട്ട് എറിയ, പൊട്ടിക്ക. അപ്പൊ അപ്പുറത്തിപ്പുറത്തൊന്നും ആൾക്കാർ ഇറങ്ങി വന്നാലും നമുക്കൊരു സേഫ്റ്റിയാണ്. നമ്മൾ ചിന്തിക്കുന്നത് മണ്ടത്തരമാണെങ്കിലും ഞങ്ങളത് പ്രാക്ടിക്കലി ഗീത് പറയുന്നറിയോ, എനിക്കത് പൊട്ടിക്കാൻ അറിയാം, ചിലപ്പോ അതിന്റെ കയ്യിൽ തന്നെ ഗുണ്ട് മേടിച്ചിട്ട് കളം വരുമ്പോ സ്വന്തം കയ്യിലേക്ക് പൊട്ടിയാന്ന് എടുത്ത് കുറെ ആളുകൾ മേത്ത് എന്തൊക്കെ തിരിച്ചു വന്ന് ഒരു ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 ദിവസം വാട്സപ്പിൽ ഫോളോ അപ്പ് ആയിരുന്നു. പടക്കം വാങ്ങിയോ, മാലപ്പടക്കം വാങ്ങിയോ.